കമോൺ, നിന്റെ ആശയും നിന്റെ എക്സ്പെക്ടേഷൻസും അല്ലെങ്കിലോ ദൈവം നിന്റെ ജീവിതത്തെ പറ്റി വിചാരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നീ നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി വിചാരിക്കുന്നതും നീ നിന്റെ ജീവിതത്തെ പറ്റി ആശിച്ചു വെച്ചിരിക്കുന്നതും അല്ലെങ്കിലോ ദൈവം നിന്റെ കുഞ്ഞിനു വേണ്ടി കരുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കാർക്കും വെയിറ്റ് ചെയ്യാനാ മനസ്സില്ലാത്തത്. നമുക്കാർക്കും കർത്താവ് പറഞ്ഞ അടയാളം വരെ, കർത്താവ് പറഞ്ഞ വർഷം വരെ, കർത്താവ് പറഞ്ഞ നാൾ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മനസ്സില്ല. കമോൺ, ഹല്ലേലൂയ. നീ കൊമ്പ് കാണുന്നില്ലായിരിക്കും, നീ ഫ്രൂട്ട് കാണുന്നില്ലായിരിക്കും, നീ ഫലം കാണുന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഉറപ്പാ വേരാഴത്തിൽ ഓടുന്നുണ്ട്. ജീസസ് നെയിം, ഹല്ലേലൂയ. നീ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ഇത്രയും നാൾ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ നിന്റെ ബലം വർദ്ധിച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വെച്ചിരിക്കുന്നതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിന്റെ പാത്രത്തിന്റെ ശക്തി കൂടുന്നുണ്ട്, നിന്റെ പാത്രത്തിന്റെ ആഴം കൂടുന്നുണ്ട്. റിസീവ് ചെയ്യാനായിട്ട് നിന്നെ എൻ്റെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. നീ വിചാരിക്കുന്ന സമയത്ത് നിന്റെ നന്മ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ഈ നന്മയ്ക്ക് അർഹതയില്ലെന്നല്ല. വലിയ നന്മ പ്രാപിക്കാൻ നിന്റെ കരത്തിനെ ദൈവം ശക്തിപ്പെടുത്തുകയത്രേ. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവത്തോട് പാടുന്നത് ദൈവത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നല്ലേ, നമ്മൾ ദൈവത്തിന്റെ പിന്നാലെ പോകുന്നല്ലേ, നമ്മുടെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറ, നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നോക്കിയേ, ഈ ആരോഗ്യത്തെ തന്നത് ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ആരോഗ്യത്തെ തന്നത് ദൈവമാണ്. ദൈവത്തെ നമ്മൾ സ്തുതിക്കാൻ എടുക്കുന്നത് ഒരു ദിവസത്തിൽ വളരെ കുറച്ച് സമയമല്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഈ സമയം നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാമോ? ഹല്ലേലൂയ. സൗഖ്യത്തിൻ ഉന്നതനം നായകൻ, വന്ദിതനം നായകനായ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. തൻ്റെ സമ്പത്ത്, തൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഒരു സന്തോഷം വേറെയില്ല. ഹല്ലേലൂയ. നിത്യനാം ദൈവമേ യേശുവേ, സൃഷ്ടാവാം ദൈവമേ യേശുവേ, നിത്യനാം ദൈവമേ യേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താവേ കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ. രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ. ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. Oh, Jesus name. എന്റെ ദൈവം എന്റെ ശൈലമാണ്, എന്റെ ദൈവം എന്റെ കോട്ടയാണ്. എനിക്ക് ആരും ആശ്രയമില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആശ്രയിക്കാൻ ഒരു പാറയുണ്ട്. എത്ര പേർ പറയും മനുഷ്യർ തുണ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം എനിക്കുണ്ടാവും. ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ പാറയത്രേ, അവനെന്റെ പരിചയത്രേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ. ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ. ദൈവമേ,
ശക്തിയോടെ ഒരിക്കൽ കൂടി. ജീസസ് നെയിം. അവന്റെ വചനം അവന്റെ കാലിന് ദീപമാണ്. നീ ഒരു വഴിക്ക് പോകുമ്പോ അവന്റെ ശബ്ദം നിന്റെ കാതിൽ നീ കേൾക്കും. വഴി ഇതാകുന്നു, അങ്ങോട്ട് പോവുക. അത്രയും സ്നേഹത്തോടെ നിന്നെ നടത്തുന്നൊരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് പ്രിയ ദൈവത്തിന്റെ ജനമേ. പേടിക്കത്തില്ല. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തെ എത്ര പേര് ഇവിടെ അനുഭവിക്കുന്നുണ്ട്? ഉറപ്പുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? യേശു കർത്താവ് ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമായിരിക്കുന്നോ? അടുത്തിരിക്കുന്ന ആളെ നോക്കി ചോദിച്ചേ, സൗഖ്യമായിരിക്കുന്നോ എന്ന് ചോദിച്ചേ, സന്തോഷമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചേ. സങ്കീർത്തനം 30:11 ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് അറിയുന്നവര് പറഞ്ഞു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് എന്താക്കി മാറ്റി? എനിക്ക് നൃത്തമാക്കി തീർത്തു. ജീസസ് നെയിം. വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതിൽ തന്നെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദം വരുന്നു. ഹല്ലേലൂയ. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദം വരുന്നു. ഹല്ലേലൂയ. രണ്ടും ഒന്ന് ഒരുമിച്ച് എൻ്റെ ഒപ്പം പറയാവോ? നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദം വരുന്നു. ഹല്ലേലൂയ. ജീസസ് നെയിം. കഴിഞ്ഞ വ്യാഴമാണോ ഞായറാണോ ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറയട്ടെ. നിന്റെ വിഷമത്തിന്റെ കാരണം എന്ത് തന്നെയാണെങ്കിലും അതിനെ ഗുണമാക്കി തീർക്കാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ജീസസ് നെയിം. നീ വിഷമിക്കുന്ന കാരണം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ഗുഡ് ന്യൂസ് അതാണ്. നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. നീ രാത്രി വിഷമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം നിനക്ക് ആനന്ദിക്കുവാനുള്ള കാരണമാക്കി മാറ്റാൻ ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, നീ വിലപിക്കുന്നതിനെ ദൈവം നിനക്ക് ആഘോഷിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റും. അടുത്ത ആളെ നോക്കി പറ, നീ വിലപിക്കുന്ന വിഷയത്തെ നിനക്ക് ആനന്ദത്തിന് കാരണമാക്കി എൻ്റെ ദൈവം മാറ്റും. നീ വിലപിക്കുന്നത് എത്ര വലിയ വിഷയവുമായിക്കൊള്ളട്ടെ, നീ വിലപിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്താണോ, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്താണോ, കരിയറാണോ, ജോലിയാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, നീ ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന വിഷയമോർത്ത് നാളെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നൃത്തം വയ്ക്കാൻ ഇടയാകും. ഹല്ലേലൂയ. ജീസസ് നെയിം. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയെ നാളെ നീ ജനത്തെ നോക്കി സാക്ഷ്യം പറയാനിടയാകും. പറ, ഇന്നത്തെ എൻ്റെ വേദന നാളത്തെ എൻ്റെ സാക്ഷ്യം അത്രേ. ഇന്ന് ഞാൻ കരയുമായിരിക്കും, പക്ഷെ നാളെ ഞാൻ
ഇതിനെ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ഗോലിയാത്ത് വന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദാവീദ് ഒരു ഫ്രഷ്നറായിട്ടല്ല നിൽക്കുന്നത്. ഫ്രഷ്നർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളായിട്ടല്ല ഗോലിയാത്തിനെ ദാവീദ് കാണുന്നത്. ഹല്ലേലൂയ. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്നത്, ഓ ഇവന് ബുദ്ധിയെങ്കിലും ഉണ്ട്, ഇവന് രണ്ടാമതൊന്ന് ചിന്തിക്കാനെങ്കിലും പറ്റും. അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്ത സിംഹത്തെയും കരടിയും കൊന്നവനായ ഹല്ലേലൂയ. നദിക്കരയിൽ ഓടിച്ചെന്ന് ഉരുണ്ട കല്ലുകൾ തപ്പിയെടുക്കാൻ ഒരു സമയം പോലും കിട്ടുന്നതിന് മുൻപ് കരടിയെയും സിംഹത്തെയും കൊല്ലാൻ എന്റെ കരത്തിന് ബലം തന്നൊരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയത്ത് എത്ര വലുതോ ആയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നീ വന്ന വഴി നിനക്ക് മതിയായതാ ഇതിനെ തകർക്കാൻ. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ നീ അനുഭവിച്ച ദൈവത്തിന്റെ ശക്തി അത് നിനക്ക് മതിയാവും ഇന്നത്തെ നിന്റെ ഗോലിയത്തിനെ തകർക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച വേദനയില്ലേ, അന്ന് നീ പ്രാർത്ഥിച്ചു കരഞ്ഞ വിഷയങ്ങളില്ലേ, അന്ന് നീ നേടിയ അഭിഷേകമില്ലേ, ദാറ്റ്സ് ഇനഫ്. ഇന്ന് നീ നേരിടുന്ന ഗോലിയത്തിനെ ഉടയ്ക്കാൻ അന്ന് നീ നേടിയെടുത്ത അനുഭവം മതിയാകും. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് നെയിം. കരമുയർത്തി യേശുവിന് ആരാധന കൊടുത്തേ. ആമേൻ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു പോണം, 2025 നീ സാക്ഷ്യം പറയും 2024 നീ അനുഭവിച്ച കാര്യങ്ങളെ. ജീസസ് നെയിം. ഹല്ലേലൂയ. 2025 നീ സാക്ഷ്യം പറയും. 2024 നീ കരഞ്ഞ നിന്റെ വിഷയത്തെ ഓർത്ത് 2025 നീ ദൈവത്തെ ആഘോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീസസ് നെയിം. ലൂക്കോസ് 24:13. ലൂക്കോസ് 24:13 ഒരു വലിയ കഥയാണ്. പണ്ടൊക്കെ നമ്മളിവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാനിവിടെ സംസാരിച്ചിട്ടുള്ള ഒരു കഥയാണ്. യേശു കർത്താവിന്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന കഥയാണ്. 24-ാം അധ്യായം അതിന്റെ 13 മുതൽ ഇപ്രകാരം വായിക്കാം. ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം, എന്നെ ശ്രദ്ധിച്ചാൽ മതി. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താണ് ഈ സംഭവിച്ചതെല്ലാം? യെരൂശലേമിൽ പാസ് ഓവർ സെലിബ്രേഷൻസ് നടക്കുക. എന്താ പാസ് ഓവർ സെലിബ്രേഷൻസ്? മിസ്രയീമ്യ ദേശത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ യഹോവയായ ദൈവം പുറപ്പെടുവിച്ചില്ലേ? അന്ന് അവർ ഈ ഷീപ്പിനെ, ഈ കാളക്കുട്ടിയല്ലോ, എന്താ ആടിൻ കുഞ്ഞിനെ അറുത്തിട്ട് അവരെന്ത് ചെയ്തു? കട്ടളമേലും കുറുമ്പടിമേലും എല്ലാം തേച്ചു. സംഹാരദൂതൻ അവരെ കടന്നുപോയി. അതിന്റെ ഓർമ്മ പുതുക്കലിനായിട്ട്, അതിന്റെ ആഘോഷമായിട്ട് ഇവരെല്ലാ വർഷവും എന്ത് ചെയ്യും? പാസ് ഓവർ സെലിബ്രേഷൻസ് ഉണ്ട് അവർക്ക്. അന്ന് എല്ലാ ദേശത്തുമുള്ള യഹൂദന്മാരല്ല, ഇസ്രായേൽ ജനം, അന്ന് എല്ലാ ദേശത്തുമുള്ളവർ എന്ത് ചെയ്യും? യെരൂശലേമിൽ കടന്നു വന്ന് ഇത് ആഘോഷിക്കും. യെരൂശലേമിൽ അന്ന് ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും യെരൂശലേമിൽ വരും. ഈ ഉത്സവം ആഘോഷിക്കാനായിട്ട് അവർ കടന്നു വരും. നോക്കിയ, അങ്ങനെ ഒരു ഉത്സവത്തിലാണ് ആരെ വിട്ടുകൊടുക്കുന്നത്? യേശുവിനെ മഹാപുരോഹിതന്മാരും ഉപദേഷ്ടാക്കന്മാരും എല്ലാം യേശുവിനെ റോമ സാമ്രാജ്യത്തിന്, റോമൻ ഗവൺമെന്റിന് ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുന്നത് അത്തരത്തിലൊരു വലിയ ആഘോഷത്തിന്റെ സമയത്താണ്. ഹല്ലേലൂയ. ദൈവം അവർക്ക് ചെയ്ത വലിയ നന്മയെ അവരെ ഓർത്തത് ദൈവത്തിന്റെ പുത്രനെ ക്രൂശിന് വിട്ടുകൊടുത്തിട്ടായിരുന്നു. ആമേൻ. അങ്ങനെ ഒരു ഉത്സവത്തിന് വന്ന യഹൂദന്മാരെല്ലാം, ഇസ്രായേൽ ജനമെല്ലാം തിരിച്ചവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. ആ മടങ്ങി പോകുന്ന വഴിക്ക് അവർ യെരൂശലേമിൽ കണ്ട കാര്യങ്ങളെ പറ്റി, ഓഫ് കോഴ്സ് യേശുവിനെ പറ്റി സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്ത വിധം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു, ക്രൂശിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്നാശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു.
ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. 33-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാളികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാ അല്ലേ? ഹല്ലേലൂയ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചു കേൾക്കുക. കുറെ നാളുകളായിട്ട് ഞാൻ പറയുന്നതാണ് ഒരു സീരീസ്, ദ ചോസൺ എന്നൊരു സീരീസ് ഉണ്ട്. ആ സീരീസിൽ ശതാധിപൻ, അറിയാലോ, ശതാധിപൻ എല്ലാവർക്കും അറിയത്തില്ലേ? ഈ ശതാധിപന്റെ വിശ്വാസത്തെ യേശു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് അതിൽ. ഈ ശതാധിപൻ ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് യേശുവിനോട് പറയും, കർത്താവേ, എൻ്റെ മകൻ ദീനമായി കിടക്കുന്നു, നിനക്ക് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. യേശു റെഡിയാണ് സൗഖ്യമാക്കാൻ. അതിനെന്താ, ഇപ്പൊ തന്നെ പോവാം. കർത്താവ് പറഞ്ഞു, ഓക്കെ വാ, എന്നെ കൊണ്ടുപോകും, നമുക്ക് പോയി സൗഖ്യമാക്കാം. ശതാധിപൻ പറഞ്ഞു, നോ, വേണ്ട, എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. നീ എൻ്റെ വീട്ടിൽ വന്നാൽ കാണാൻ പോകുന്നത് റോമൻകാർ ആരാധിക്കുന്ന റോമൻ ദേവതകളുടെ വിഗ്രഹങ്ങളെയും അവരുടെ പൂജാഗിരികളെയായിരിക്കും. നീ അത് കാണണ്ട. എൻ്റെ വീട്ടിൽ നീ കടന്നു വരാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാ. ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞ ഒരാളെ വിട്ടാൽ അവൻ പോയി ചെയ്യും. ഞാനത് കണ്ടില്ലേലും നിനക്കതുണ്ട് എന്നെനിക്കറിയാം. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളിലൊന്നായിരുന്നു താൻ പറയാതെ തൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന 1-2 പേർ. ഹല്ലേലൂയ. 12 ശിഷ്യന്മാർ കൂടെ നടന്നിട്ടും ഈ 12 പേർക്കും യേശു ആരാണെന്നോ, യേശു എന്തിനു ഭൂമിയിൽ വന്നെന്നോ, യേശുവിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തെന്നോ അവസാനം വരെയും അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവസാനം വരെ അവർക്ക് അറിയത്തില്ലായിരുന്നു. ശതാധിപൻ വന്നിട്ട് നിനക്ക് അധികാരമുണ്ടെന്നും അദൃശ്യമായ ഒരു സൈന്യം നിന്റെ കൂടെ ഉണ്ടെന്നും എനിക്കറിയാം എന്ന് ശതാധിപൻ പറയുമ്പോൾ, ശതാധിപൻ ദൈവത്തിന്റെ ഫോളോവർ ഒന്നും അല്ലായിരുന്നു. ശതാധിപൻ വഴിയിൽ നിന്ന് കർത്താവിന്റെ പ്രസംഗങ്ങളും മറ്റും കേൾക്കുക മാത്രം ചെയ്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ശതാധിപൻ തന്റെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുമ്പോൾ യേശു കർത്താവ് അതിശയിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതവരതിൽ കാണിച്ചിട്ടുണ്ട്. യേശു കർത്താവ്, ഓക്കെ, നിന്റെ വിശ്വാസം നിനക്ക് കിട്ടി, നിന്റെ പുത്രൻ സൗഖ്യമായി, പൊക്കോ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ തുള്ളിച്ചാടി തിരിച്ചുപോ. ഇത്രയും നമുക്ക് ബൈബിളിൽ കാണാവൂ അല്ലേ? ഓക്കെ, അവൻ സൗഖ്യമായി, അതവന് ലഭിച്ചു, അത്രേ ബൈബിളിലുള്ളൂ. പക്ഷേ അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചില കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. ഈ ശതാധിപൻ തിരിച്ചു വീട്ടിൽ പോകുന്ന വഴിക്ക് കടയിലൊക്കെ കയറി തൻ്റെ സുഖമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാണ്ട് കിടക്കുന്ന മകന് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളെ വാങ്ങുന്നത്, അവന് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, വീട്ടിലത്തേക്ക് ഒരു ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് കുറേ സാധനങ്ങളെ മേടിച്ചിട്ട് പോകുന്ന ആ ശതാധിപന്റെ വിശ്വാസത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. ആ ശതാധിപൻ വീടിനകത്ത് കയറുന്ന ഉടനെ ആ ശതാധിപൻ ഓടിപ്പോയിട്ട് എൻ്റെ മകൻ സൗഖ്യമായോ എന്നല്ല നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വിശ്വാസത്തിന്റെ ഒരു ഡിക്ലറേഷന്. കയറി വന്ന ഉടനെ തൻ്റെ പൂജാഗിരികളിലുള്ള ആ ദീപങ്ങളെല്ലാം അണയ്ക്കുക, എല്ലാ ക്യാൻഡിൽസും ഊതി അണച്ചിട്ട് ആ മനുഷ്യൻ കാത്തു നിൽക്കുക. ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക. വൈഫ് ഓടി വന്ന് പറയും, നീ വിശ്വസിക്കത്തില്ല എന്താ സംഭവിച്ചത്. അപ്പോൾ പറയും, എനിക്ക് വിശ്വാസം ഉണ്ട്. ഹല്ലേലൂയ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം സീരീസ് കാണണം കേട്ടോ. ഞാൻ ഇപ്പം അവധിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചർച്ചിലൊന്നും എല്ലാവരെയും വിളിച്ച് കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുമിച്ച് ആദ്യത്തെ സീസൺ മുതൽ
അതിൽ കാണിച്ചു കൊടുത്താലോ എന്നൊക്കെ ഞാൻ സുരേഷ്മനോട് പറഞ്ഞായിരുന്നു. നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ഈ നോക്കിയേ, യെരുശലേമിൽ ഈ ലാസ്റ്റ് യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്ന ഈ ഉത്സവം ഉണ്ടല്ലോ യെരുശലേമിൽ, ആ ഉത്സവത്തിലേക്ക് യേശു കർത്താവ് പോകാൻ ടൈം ആകുന്ന സമയത്താണ് യേശു കർത്താവ് പ്രത്യക്ഷത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു തുടങ്ങുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ആദ്യകാലത്ത് യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം ചെയ്യുമ്പോൾ യേശു കർത്താവ് പറയുമായിരുന്നു, ഇതിനെപ്പറ്റി പുറത്ത് പറയരുത്, മിണ്ടാതിരിക്കണം. കാരണം ഇപ്പോ എന്നെ പറ്റി പുറത്ത് ജനം അറിയേണ്ട ടൈം ആയിട്ടില്ല. പക്ഷെ ഒടുവിൽ യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന സമയമൊക്കെ ആവുമ്പോൾ യേശു കർത്താവ് മിണ്ടാതിരിക്കാൻ ആരോടും പറയുന്നില്ല. മറിച്ച് പുരോഹിതന്മാരുടെയും പ്രമാണികളുടെയും നടുവിൽ നിന്ന് തന്നെ യേശു കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുണ്ട്. യേശു കർത്താവിന് ഉറപ്പായിട്ട് അറിയാം അവർ ഗൂഢാലോചന നടത്തും, തന്നെ ക്രൂശിക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. പക്ഷെ ശിഷ്യന്മാർക്ക് അപ്പോഴും ഐഡിയ ഇല്ല യേശു കർത്താവ് മരിക്കാൻ പോവുകയാണെന്ന്. നോക്കിയേ, യെരുശലേമിലേക്ക് യേശു കർത്താവിന്റെ അവസാനത്തെ യാത്ര, യെരുശലേമിലെ പാസ്ഓവർ ഫീസ്റ്റിന് വേണ്ടിയിട്ട് യേശു കർത്താവ് പോകുന്ന അവസാന യാത്രയ്ക്ക് മുന്നായിട്ട് വളരെ അത് അടുക്കുന്ന സമയത്താണ് യേശു കർത്താവിനോട് ചിലര്, ഈ പ്രമാണിമാർ, പരീശന്മാർ ചിലർ വന്നിട്ട് ആവശ്യമില്ലാത്തൊരു ഡിബേറ്റ് നടത്തും, എപ്പോഴും ഉള്ളതുപോലെ തന്നെ. ആ സമയത്ത് സെബദിയുടെ മക്കൾ യോഹന്നാനും യാക്കോബും ഓടി വന്നിട്ട് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏലിയാവിനെ പോലെ നിനക്ക് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി അവരെ അങ്ങ് നശിപ്പിച്ചുകൂടായിരുന്നോ? ഹല്ലേലൂയ, ജീസസ് നെയിം. നശിപ്പിച്ചുകൂടായിരുന്നോ? നമുക്കിന്നറിയാം യേശു കർത്താവ് എന്തിനാ വന്നതെന്ന്. നമുക്കിന്നറിയാം ദൈവരാജ്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന്. നമുക്കിന്നറിയാം കർത്താവിന്റെ രക്തവാ നമ്മളെ വീണ്ടെടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇതൊന്നും അറിയാതെ ഒരു കൂട്ടം ജനം യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകുമായിരുന്നോ എന്നുള്ളത്. പക്ഷെ ശിഷ്യന്മാർ ഉറപ്പായിട്ടും യേശുവിന്റെ ഉദ്ദേശം തീരെയും അറിയാത്തവരായിരുന്നു, അല്ലെങ്കിൽ അവരൊരിക്കലും അങ്ങനെ പറയത്തില്ല. ഇത് കേട്ടിട്ട് യേശു ഹൃദയം തകർന്നു പോകുന്നതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇതാണോ ഈ 3.5 കൊല്ലം ഇവരെന്റെ കൂടെ നടന്നിട്ട് ഇവരിപ്പോഴും പറയുന്നത് ഞാൻ ഏലിയാവിനെ പോലെ എന്താ ചെയ്യാത്തതെന്ന്? ലോത്തിന്റെ ഭാര്യയെ ഉപ്പുകല്ലാക്കിയതുപോലെ എനിക്ക് ഇവരെ ഒന്ന് ഉപ്പുകല്ലാക്കി കൂടാ? ഇങ്ങനെയൊക്കെയാ ശിഷ്യന്മാർ ചോദിക്കുന്നത്. ഹല്ലേലൂയ. താൻ ഹൃദയം തകർന്നാണ് 3.5 കൊല്ലവും തന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം he was all alone and broken. കർത്താവിന്റെ കൂടെ നിൽക്കാനോ കർത്താവിന്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാനോ ദൈവം തനിക്ക് വെച്ചിരിക്കുന്ന പാനപാത്രം അതിലേക്ക് താൻ പോകുമ്പോൾ തന്നോടൊപ്പം സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിക്കാനോ ഒരു മനുഷ്യൻ പോലും കർത്താവിന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് ചെയ്യുന്ന അവസാനത്തെ പബ്ലിക് ബിഗ് സൈൻ എന്തായിരുന്നു? പബ്ലിക്കായിട്ട് യേശു കർത്താവ് ചെയ്യുന്ന അവസാനത്തെ ഏറ്റവും വലിയ അടയാളം എന്തായിരുന്നു? ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഏറ്റവും വലിയ അവസാനത്തെ അത്ഭുതം എന്ന് പറയുന്നത് ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ലാസറിന് യേശു കർത്താവും ലാസറും സ്നേഹിതന്മാരായിരുന്നു, ഒരു ഫ്രണ്ട്സ് ആയിരുന്നു, അല്ലെ? ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ യേശുവായിട്ടും ദൈവത്തിന്റെ പുത്രനായിട്ട് മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ കർത്താവ് ഒരു മനുഷ്യനുമായിരുന്നു. കർത്താവിന് വിശപ്പും ദാഹവും സുഹൃത്ത് ബന്ധങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യനും കൂടെ ആയിരുന്നു. ലാസറിന് ദീനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാതിരിക്കുന്ന കർത്താവ് വളരെയധികം വേദനിക്കുന്നുണ്ട്. കാരണം ലാസർ മരിക്കുമെന്നും ലാസറിന്റെ സഹോദരിമാർ വളരെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നെന്നും ഒക്കെ യേശുവിന് വളരെ നന്നായിട്ട് അറിയാം. കർത്താവ് ഗ്രീഫ് അതിങ്ങനെ കർത്താവ് സഹിക്കുക, വേദന കർത്താവ് ഇങ്ങനെ സഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരെയും കൊണ്ട് പോവുകയാണ്. അവനെ ഉറങ്ങുകയാണ്, അവനെ എഴുന്നേൽപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ ശിഷ്യന്മാർ പറയും അവൻ ഉറങ്ങുക, വിളിച്ചുണർത്താൻ പോവുക. അത് പറയും അല്ല, അവൻ മരിച്ചു, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽക്കാൻ പോവുക എന്ന് ഓരോ തവണയും ദൈവം പറയുന്നതിനെ ക്ലാരിഫൈ ചെയ്ത് വീണ്ടും അർത്ഥം പറഞ്ഞു കൊടുത്ത് ഈ ശിഷ്യന്മാരെ യേശു കർത്താവ് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് യേശു കർത്താവ് ലാസറിനെ ഓഫ് കോഴ്സ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസറും യേശു കർത്താവും തമ്മിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ അതിൽ പറയുന്നുണ്ട്. യേശു കർത്താവ് ലാസറിനോട് പറയാണ്, എടാ ഇതെന്റെ അവസാനത്തെ പാസ്ഓവർ ഫീസ്റ്റ് ആണ്, ഇത് എൻ്റെ അവസാനത്തെ യെരുശലേം സന്ദർശനമാണ്. ഇതിനുശേഷം ഭൂമിയിൽ ഞാനൊരു മനുഷ്യനായിട്ടുണ്ടാവത്തില്ല. ന്യായപ്രമാണത്തിൽ മോശ തുടങ്ങിയ പ്രവാചകന്മാരിൽ യെശയ്യാവ് പറഞ്ഞതെല്ലാം യെരുശലേമിൽ വെച്ച് എനിക്ക് സംഭവിക്കും. മനുഷ്യപുത്രൻ കഷ്ടം അനുഭവിക്കും, മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവൻ മരിക്കാൻ പോവാണ് എന്ന് യേശു കർത്താവ് ലാസറിനോട് പറയുന്നുണ്ട്. ലാസർ അപ്പോ യേശു കർത്താവ് താൻ കഷ്ടം അനുഭവിച്ചു മരിക്കാനിരിക്കുന്നു എന്നറിയാവുന്ന 2-3 പേരിൽ ഒരാളാണ് ലാസർ, ഇൻക്ലൂഡിങ് മേരി, കർത്താവിന്റെ അമ്മ ഉൾപ്പെടെ. ലാസർ യേശുവിനോട് പറയുന്നുണ്ട്, എടാ
വചനം അത് അവർ ഫ്രണ്ട്സാണ്, മനസ്സിലാവുന്നുണ്ട്. ഒരു സുഹൃത്തുക്കൾ അവർ സംസാരിക്കുക. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ വേദപുസ്തകത്തിൽ അഥവാ സ്ക്രോൾസിൽ എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കാൻ ഭയങ്കര രസവും. വായിക്കുമ്പോൾ നമുക്കൊരു വിഷയമില്ല. ഒരാൾ നമുക്ക് വേണ്ടി വന്ന് മരിക്കുന്നുവെന്നും രക്തം ഒഴുക്കുന്നുവെന്നും ഇത്രയും തകർക്കപ്പെടുമെന്നും ഒക്കെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊക്കെ രക്ഷിക്കപ്പെടുമെന്നും നമ്മൾ ഉയർത്തപ്പെടുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് നീയാണെന്ന് അറിയുമ്പോൾ നീ ഫ്ലഷ് ആൻഡ് ബ്ലഡാ, പച്ചയായ ഒരു മനുഷ്യനാ. അത് കാണാൻ, അത് ഹാൻഡിൽ ചെയ്യാൻ, അത് സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒരു ബ്യൂട്ടിഫുൾ, അത് കാണുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറയും. കാരണം ശരിക്കും ദൈവത്തെ മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഹി വാസ് ഓൾ അലോൺ ആൻഡ് ബ്രോക്കൺ. കർത്താവ് തൻ്റെ കൂടെ 3.5 കൊല്ലവും തൻ്റെ കൂടെ ആരും ഇല്ലാതെയാണ് യേശു കർത്താവ് യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ദൈവം വെച്ച വിളി, മനുഷ്യപുത്രൻ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കുക. 12 പേര് കൂടെ ഉണ്ടായിരുന്നോ? നോ, ആരും കൂടെ ഉണ്ടായിരുന്നില്ല. 12 പേരും ആഗ്രഹിച്ചത് റോമൻ സാമ്രാജ്യത്തെ മറിച്ച് യേശു കർത്താവ് ഉയർത്തു വരുമെന്ന. ഹല്ലേലൂയ. പരീശന്മാരും പ്രമാണികളും മാത്രമല്ല, ജനമെല്ലാം അതായിരുന്നു വിചാരിച്ചത്. ഓക്കെ, ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ലാസറിന്റെ വേദന കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം ഓർക്കണം. ലാസറിനെ 4 നാളാണ് യേശു കർത്താവ് കല്ലറയ്ക്കുള്ളിൽ വെക്കാൻ അനുവദിച്ചത്. എത്ര ദിവസം? 4 ദിവസം. ഹല്ലേലൂയ. അതിനകത്ത് ദൈവത്തിന്റെ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. 12 ശിഷ്യന്മാരും നോക്കി നിൽക്കെ യേശു കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാ, 3 അല്ല 4 അല്ല, എത്ര നാളാണെങ്കിലും ജീവന്റെ ഉറവിടം ഞാനാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. യേശു കർത്താവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഡിക്ലറേഷൻസ് നടത്തുക ലാസറിന്റെ കല്ലറയുടെ പുറത്ത് വെച്ചിട്ട്. ഞാനാ ജീവൻ, ഞാനാ പുനരുത്ഥാനം. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ മരിക്കും? ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. മരണത്തിനോ ശാപത്തിനോ ബന്ധനങ്ങൾക്കോ എന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു അധികാരങ്ങളുമില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ വരുമ്പോ നോക്കിയേ, പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. Death couldn't hold him. Hallelujah. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. താൻ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ സൈൻ അതൊരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കണമെന്ന് യേശുവിന് ഉറപ്പുണ്ടായിരുന്നു, യേശുവിന് നിശ്ചയമുണ്ടായിരുന്നു. കാരണം ഞാൻ മരിക്കുന്നത് കണ്ടിട്ട് ഒരാൾ പോലും വിചാരിക്കരുത് ഇതെന്റെ തോൽവിയാണെന്ന്. ഹല്ലേലൂയ. ഞാൻ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കാൻ വിചാരിക്കുന്നത് 3 ദിവസമാണ്. പ്രവാചകന്മാർ വെച്ചിരിക്കുന്നത് അതാ, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് വേറൊരു അടയാളവും ലഭിക്കത്തില്ല. യോന 3 നാൾ എങ്ങനെ മീനിന്റെ വായ്ക്കുള്ളിലിരുന്നോ അതുപോലെ മനുഷ്യപുത്രൻ 3 നാൾ കല്ലറയ്ക്കുള്ളിലിരിക്കും. ഈ ഒരൊറ്റ അടയാളമല്ലാതെ വേറൊരു അടയാളവും നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് 3 നാൾ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കണമെങ്കിൽ 4 നാളായ ലാസറിനെ യേശു കർത്താവ് വിളിക്കുക. നാറ്റം വെക്കുന്നവനാണെങ്കിലും എൻ്റെ ജീവന് അതൊരു ബൗണ്ടറി അല്ല. ഹല്ലേലൂയ. ഞാൻ ജീവന്റെ ഉറവിടമാ. ഞാൻ എവിടെ ജീവനെ അയക്കണമെന്ന് തീരുമാനിക്കുന്നുവോ അവിടെ എന്നെ തടയാൻ ആർക്കും ഒന്നിനും സാധിക്കത്തില്ല. There is no boundaries. ഹല്ലേലൂയ. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞാനാ ജീവൻ, മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. എൻ്റെ മരണം എന്നുള്ളത് എൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലായ്മയല്ല, ഞാൻ ഇല്ലാതായി പോകുന്നതല്ല എൻ്റെ മരണം. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാരും ഇല്ലാതായി പോകുന്നതുമല്ല നമ്മുടെ മരണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ജീസസ് നെയിം. ഈ മരണം അവസാനമെന്ന് പിശാച് ഇത്രയും കാലം പറഞ്ഞു വെച്ചതിനെ മാറ്റി എഴുതാൻ പോകുന്നു എന്നതിന്റെ ആരംഭമായിരുന്നു ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഞാനാ പുനരുത്ഥാനം, ഞാനാ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിച്ചിട്ട് ജീവിക്കുന്നവൻ ഒരു നാളും മരിക്കുകയുമില്ല. ഹല്ലേലൂയ. നോക്കി, യേശു കർത്താവ് അതിനുശേഷം കാൽവരി ക്രൂശിൽ മരണപ്പെടുന്നു. ആ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതിനുശേഷമുള്ള കാര്യമാണ് നമ്മൾ ലൂക്കോസ് 24 വായിക്കുന്നത്. ഹല്ലേലൂയ. ജനം യേശു കർത്താവ് നോക്കിയേ, യെരുശലേമിൽ സകല യഹൂദന്മാരും സകല ഇസ്രായേൽ മക്കളും കൂടി വരികയാണ്. ഇവരെല്ലാവരും യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും അവിടെ ശമര്യക്കാരിയായ സ്ത്രീയുണ്ട്. ജീസസ് നെയിം. ഉറപ്പായിട്ടും അവൾ അവിടെ പെസഹ കൂടാൻ വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അവിടെ 12 വർഷമായിട്ട് രക്തസ്രാവമായിട്ടുള്ള സ്ത്രീയുണ്ട്. അവിടെ ഉറപ്പായിട്ടും 38 കൊല്ലമായിട്ട് നടക്കാൻ വയ്യാതായിരുന്ന ആ വ്യക്തി, അയാളും അവിടെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും സകലരും അവിടെ ഉണ്ട്. ഇവർക്കെല്ലാവർക്കും അറിയാം യേശു വരും.
ഹല്ലേലൂയ. ഇവരെല്ലാവരും കർത്താവിനെ അവിടെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും വരും. വലിയൊരു ഡിസ്കഷൻ അവിടെ നടക്കുക. യേശു വരും കേട്ടോ, നസ്രായനായ യേശു വരും കേട്ടോ എന്ന് ഇവരുടെ എല്ലാവരുടെ ഇടയിൽ സംസാര വിഷയമുണ്ട്. ആ സമയത്താണ് യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വാതിൽക്കൽ യെരുശലേം ഗോപുര വാതിൽ കടന്നു വരുന്നത്. ജനം അപ്പോ കുരുത്തോല വെട്ടിയിട്ട് പാംട്രീം അതിന്റെ ഇല വെട്ടിയിട്ട് ഹോഷന്ന പാടുന്നുണ്ട്, വസ്ത്രങ്ങൾ വഴിയരികിൽ വിരിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് യേശു കർത്താവിനെ ഇവര് അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ജീസസ് നെയിം. പക്ഷെ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു? റോമൻ സാമ്രാജ്യത്തെ തകർത്ത് യഹൂദന്മാരെ, ഇസ്രായേൽ മക്കളെ റീസ്റ്റോർ ചെയ്യും എന്നായിരുന്നു ഇവരെല്ലാം വിചാരിച്ചത്. കാൽവരി ക്രൂശിൽ ഇവൻ മരിക്കുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഹല്ലേലൂയ. കാരണം ദൈവം എങ്ങനെ മരിക്കും? ഇതായിരുന്നു ഇവരുടെ എല്ലാം ചോദ്യം. ഹല്ലേലൂയ. കർത്താവിന് ഒരിക്കലും മരിക്കാൻ പറ്റത്തില്ല. നോക്കി, കുരുടന്റെ കണ്ണു തുറന്നവന്, ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വഴിയിൽ വെച്ച്, കുരുടന്റെ കണ്ണു തുറന്നവന് മരിക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നോ? അതും ഇത്രയും അതിഹീനമായൊരു മരണം മരിക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നോ? ജീസസ് നെയിം, ഹല്ലേലൂയ. കുരുത്തോല വെട്ടിയിട്ട് ഇവരെല്ലാം വഴിവിരിക്കുന്നത് അവർക്ക് വേണ്ടി മരിക്കാൻ പോകുന്ന, മരണം കൊണ്ട് ഇവരെല്ലാം വീണ്ടെടുക്കാൻ പോകുന്ന ക്രിസ്തുവിനെ ആയിരുന്നില്ല. ഹല്ലേലൂയ. ഒരു സോൾജിയറായിട്ട്, ഒരു മിലിറ്ററി ലീഡറായിട്ട് ഉയർത്തെഴുന്നേറ്റ് റോമക്കാരെല്ലാം യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു മിലിറ്ററി ലീഡറിനായിരുന്നു ഇവരെല്ലാം സ്വീകരിച്ചത്. ഹല്ലേലൂയ. അവരുടെ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു പ്രശ്നം, അവരുടെ പ്രതീക്ഷകൾ. ദൈവം എന്താണോ ഭൂമിയിൽ ചെയ്യണം എന്നാഗ്രഹിച്ചത് അതായിരുന്നില്ല യഹൂദന്മാരുടെ പ്രതീക്ഷകൾ. ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, ഈ രണ്ടുപേർ ഇവിടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അവരുടെ ദേശത്തിലോട്ട്. പക്ഷെ അവരവരുടെ ദേശത്തിലോട്ട് പോകാനുള്ളവരല്ല. യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ നിമിഷം ജനമെല്ലാം തിരിച്ചു മടങ്ങുകയാണ് അവരവരുടെ ദേശങ്ങളിലേക്ക്. കമോൺ, ഹല്ലേലൂയ. അതെന്താണെന്ന് അവർ വിചാരിച്ചത്, മരണം എന്താണെന്ന്. യേശു എന്ന പഴയ കാലത്തെ പ്രവാചകന്മാരെല്ലാം, യോഹന്നാൻ സ്നാപകൻ, അതിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ, ഇവരെല്ലാം മരണത്തിൽ അവസാനിച്ചതുപോലെ യേശു മരണത്തിൽ അവസാനിക്കുമെന്ന് വിചാരിച്ച് കാൽവരി ക്രൂശിൽ യേശുവിന്റെ മരണം കണ്ടവരെല്ലാം അവരവരുടെ ദേശത്തേക്ക് മടങ്ങി പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 നാൾ കാത്തിരിക്കാനോ യേശുവിന്റെ ഉയർപ്പ് കാണുമെന്നോ വിശ്വസിക്കാൻ അവർക്ക് ആർക്കും പറ്റുന്നില്ല, സ്വാഭാവികമായിട്ടും. ഹല്ലേലൂയ. കാരണം യേശു മരിക്കും എന്നിവരാരും വിചാരിച്ചിരുന്നില്ല ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. യേശു കർത്താവിനെ വെയിറ്റ് ചെയ്യുവാനോ ആ അത്ഭുതം കാണാനോ, യേശു കർത്താവ് പറഞ്ഞ ഒരേ ഒരു അടയാളത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാനോ ഇവർക്കാർക്കും പറ്റുന്നില്ല. ജീസസ് നെയിം, ഹല്ലേലൂയ. ഇവരെല്ലാം തിരിച്ചവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. യേശു കർത്താവ് ഈ രണ്ടുപേരുടെ കൂടെ നടന്നിട്ട് നോക്കിയേ, ഞാനിങ്ങനെ വിചാരിക്കുക, 3.5 കൊല്ലം യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ട് നടന്നു പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കാര്യം മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റിട്ടും പറയാൻ യേശു കർത്താവ് ഒരു മടിയും വെക്കുന്നില്ല. ജീസസ് നെയിം, ഹല്ലേലൂയ. 3.5 കൊല്ലം നിന്റെ പുറകെ നടന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കർത്താവ് ഇനിയൊരു 3.5 കൊല്ലം പറയും. ജീസസ് നെയിം, ഹല്ലേലൂയ. നീ ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ. ഞാനും നിങ്ങിയും നമ്മൾ ഓരോരുത്തരും ഭൂമിയിലെ ഓരോ മനുഷ്യനും കർത്താവിന് വിലയേറിയതാ. ജീസസ് നെയിം, ഹല്ലേലൂയ. 3.5 കൊല്ലം പറഞ്ഞിട്ട് ഇവർക്കാർക്കും മനസ്സിലായില്ല. സാരമില്ല, ഈ യാത്രയിൽ ഞാനും ഒന്ന് കൂടെ വരാം. യേശു കർത്താവ് നോക്കി ഇവരോട് ചോദിക്കുക, നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ? ഇതറിയാൻ നീ മാത്രമേ ബാക്കിയുള്ളൂ. യേശുവിനോട് അവർ പറയുന്നത്, ഇതറിയാൻ നീ മാത്രമേ ബാക്കിയുള്ളൂ. യേശുവിനോട് ഇവർ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെ നാശിച്ചിരുന്നു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്നാശിച്ചിരുന്നു. കമോൺ, നിന്റെ ആശയും നിന്റെ എക്സ്പെക്ടേഷൻസും അല്ലെങ്കിലോ ദൈവം നിന്റെ ജീവിതത്തെ പറ്റി വിചാരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. നീ നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി വിചാരിക്കുന്നതും നീ നിന്റെ ജീവിതത്തെ പറ്റി ആശിച്ചു വെച്ചിരിക്കുന്നതും അല്ലെങ്കിലോ ദൈവം നിന്റെ കുഞ്ഞിനു വേണ്ടി കരുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കാർക്കും വെയിറ്റ് ചെയ്യാനാ മനസ്സില്ലാത്തത്. നമുക്കാർക്കും കർത്താവ് പറഞ്ഞ അടയാളം വരെ, കർത്താവ് പറഞ്ഞ വർഷം വരെ, കർത്താവ് പറഞ്ഞ നാൾ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മനസ്സില്ല. കമോൺ, ഹല്ലേലൂയ. നീ കൊമ്പ് കാണുന്നില്ലായിരിക്കും, നീ ഫ്രൂട്ട് കാണുന്നില്ലായിരിക്കും, നീ ഫലം കാണുന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഉറപ്പാ വേരാഴത്തിൽ ഓടുന്നുണ്ട്. ജീസസ് നെയിം, ഹല്ലേലൂയ. നീ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നെ
നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ഇത്രയും നാൾ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ നിന്റെ ബലം വർദ്ധിച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വെച്ചിരിക്കുന്നതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിന്റെ പാത്രത്തിന്റെ ശക്തി കൂടുന്നുണ്ട്, നിന്റെ പാത്രത്തിന്റെ ആഴം കൂടുന്നുണ്ട്. റിസീവ് ചെയ്യാനായിട്ട് നിന്നെ എൻ്റെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. നീ വിചാരിക്കുന്ന സമയത്ത് നിന്റെ നന്മ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ഈ നന്മയ്ക്ക് അർഹത ഇല്ലെന്നല്ല. വലിയ നന്മ പ്രാപിക്കാൻ നിന്റെ കരത്തിനെ ദൈവം ശക്തിപ്പെടുത്തുകയത്രേ. ഹല്ലേലൂയ. കാത്തിരിക്കുന്നതിന് മടി കാണിക്കരുതേ, കാത്തിരിക്കുന്നതിന് മടി കാണിക്കരുതേ. പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുതേ. നീ കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നല്ല. പലപ്പോഴും നീ നിന്റെ ദൈവം ചലിക്കുന്നത് കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നല്ല. ദൈവം വെളിപ്പെടാൻ സമയമായിട്ടില്ലെന്നോ നീ പ്രാർത്ഥന മുടക്കരുത്. അവൻ വെളിപ്പെടുമ്പോൾ അവൻ വെളിപ്പെടുമ്പോൾ നിന്റെ വിലാപത്തിന്റെ കാരണം നൃത്തത്തിന്റെ ആഘോഷമായിട്ട് മാറും. അവൻ വെളിപ്പെടുമ്പോൾ നിന്റെ വിലാപത്തിന്റെ കാരണം നിനക്ക് ആഘോഷമായിട്ട് മാറും. കരങ്ങളെ തട്ടി യേശുവിനൊന്ന് ആരാധന കൊടുത്തേ. പലപ്പോഴും നീ വിചാരിക്കുന്നതാകണമെന്നല്ല ദൈവം നിന്നെ പറ്റി വിചാരിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ഞാൻ വിചാരിക്കുന്നത് എന്തുമായി കൊള്ളട്ടെ, നിന്റെ വിചാരങ്ങൾക്ക് ഞാനൊന്ന് കീഴ്പ്പെടുകയാ കർത്താവേ. ഞാൻ വിചാരിക്കുന്നതും എന്തുമായി കൊള്ളട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി, എൻ്റെ ഭാവിയെ പറ്റി, അതിനെപ്പറ്റി ഞാൻ വിചാരിക്കുന്നത് എന്തുമായി കൊള്ളട്ടെ, പക്ഷെ ഞാൻ നിന്റെ വിചാരങ്ങൾക്ക്, നിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാനൊന്ന് കീഴ്പ്പെടുകയാ. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ദൈവം ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എഫേർട്ട് വേണം. മനസ്സിലാവുന്നുണ്ടോ? ലാസറിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്, ഉറപ്പാ. പക്ഷെ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റാൻ ദൈവത്തിന് നിന്റെ കൈ വേണം. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് അത് നിനക്കുള്ളത് തന്നെയാ. പക്ഷെ നിനക്ക് ചുമ്മാതിരുന്നത് പ്രാപിക്കാൻ പറ്റത്തില്ല. നിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, നിന്റെ എഫേർട്ട് ദൈവത്തിന് വേണം. അത് ദൈവം കാണണം. ഹല്ലേലൂയ. ദൈവം ശിംശോനെ, ഗിദെയോനെ ഒക്കെ വിളിക്കുമ്പോൾ ദൈവം പറയുന്നത് ഓക്കെ നീ പൊക്കോ, പക്ഷെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നീ പന്തം പിടിക്കാനുണ്ട്, നീ കൊട മുടക്കാനുണ്ട്, നീ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ദൈവത്തിന് ആവശ്യം ബേസിക് ആയിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തേ പറ്റൂ. ദൈവം നിന്നോട് പറഞ്ഞു നിനക്ക് ആ ജോലി തരുമെന്ന്, ഓഫ് കോഴ്സ് നീ പഠിക്കണം. ആമേൻ. നീ ഒരു ദേശത്ത് പോകുമെന്ന് പറഞ്ഞു, ഓഫ് കോഴ്സ് നീ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ വിജയിപ്പിക്കുന്നത് എപ്പോഴും ദൈവമാ. ഹല്ലേലൂയ. വിജയിപ്പിക്കുന്നത് എപ്പോഴും ദൈവമാ. നടുന്നവനും നനയ്ക്കുന്നവനും അത് ചെയ്യണം, പക്ഷെ വളർത്തുന്നത് എൻ്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. നടാനും നനയ്ക്കാനും നിനക്ക് പറ്റും, വളർത്താൻ നിനക്ക് പറ്റത്തില്ലല്ലേ. ഹല്ലേലൂയ. നിനക്ക് പറ്റില്ലെന്ന് തോന്നുന്നിടത്ത് ഫില്ല് ചെയ്യാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. ജീസസിനെ മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഞങ്ങളോ മറ്റു പലതും ആശിച്ചിരുന്നു. ഞങ്ങളോ അത് സംഭവിക്കുമെന്ന് ആശിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് എനിക്ക് അത് ലഭിക്കുമെന്ന, ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ സംഭവിക്കുമെന്ന, ഞാൻ വിചാരിച്ചത് ആ വഴിക്ക് മാറുമെന്ന. ഹല്ലേലൂയ. ദൈവം വിചാരിക്കുന്നതിന് നീ വിട്ടുകൊടുത്താൽ നീ വിചാരിച്ചതിനേക്കാളും വലിയ ഫ്രൂട്ട് നീ കാണുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുക്കും? ഹല്ലേലൂയ. നിന്റെ പ്ലാൻസ് നടന്നില്ലെങ്കിൽ നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ പ്ലാൻസിനേക്കാൾ ഏറ്റവും മനോഹരമായി പ്ലാൻ ചെയ്യാൻ അറിയുന്നവൻ നിന്റെ അപ്പനാ. ഹല്ലേലൂയ. അവന്റെ പ്ലാൻസിനൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് നോക്കിയേ, ഈ യേശു കർത്താവ് അവരോട് കൂടെ നടക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. നോക്കിയേ, അവർ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. രണ്ടുപേര് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഈ കടലിൽ യേശു കർത്താവ് നടന്നിട്ട് ഭൂതം എന്ന് നിലവിളിച്ചതുപോലെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞതിനെ ചെയ്തിട്ട് അടയാളം വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കണ്ട് ഭ്രമിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കാതെ ഓടുന്ന രണ്ടുപേർ. ഹല്ലേലൂയ. യേശു അവരോട് വീണ്ടും പറയാ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഹല്ലേലൂയ. ബുദ്ധിഹീനെന്ന് വിളിച്ചാലും മന്ദബുദ്ധി എന്ന് വിളിച്ചാലും എൻ്റെ കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ നടക്കുന്നുണ്ട്.
ഹല്ലേലൂയ. അത്രയും പറഞ്ഞു കൊടുത്തിട്ടും കർത്താവ് വിട്ടുപോരുന്നില്ല. അവർ തിരിച്ച് യെരൂശലേമിലേക്കാണ് പോകേണ്ടത്. അവർ സാക്ഷ്യം പറയേണ്ടത് യെരൂശലേമില യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അവിടെയാ യേശു കർത്താവ് സംസാരിക്കുന്നത്. അവിടെയാ യേശു കർത്താവ് 500ഓളം പേർക്ക് പ്രത്യക്ഷനായി തുടങ്ങുകയാ. ഹല്ലേലൂയ. വലിയ ഇവന്റുകൾ യെരൂശലേമിൽ നടന്നു തുടങ്ങുകയാ. ഇവരിനി അവരുടെ ദേശത്തിലേക്കല്ല പോകേണ്ടത്, ഇവർ തിരിച്ച് യെരൂശലേമിലേക്കാ പോകേണ്ടത്. യേശു കർത്താവ് പറയുന്നില്ല മതി തിരിച്ചു പോ. നോ, അങ്ങനല്ല യേശു കർത്താവ് പറഞ്ഞത്. എടാ നീ മന്ദബുദ്ധിയാ, യു ആർ ഫുൾ ഫൈൻ, ഹല്ലേലൂയ, പക്ഷെ ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ പോവാ. ജീസസ് നെയിം. നോക്കിയേ, നിന്നെ കൈവിടാതെ നിന്റെ പുറകെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എപ്പോഴും ദൈവത്തോട് പാടുന്നത് ദൈവത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നല്ലേ, നമ്മൾ ദൈവത്തിന്റെ പിന്നാലെ പോകുന്നല്ലേ, നമ്മുടെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറ, നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. നീ വഴിതെറ്റി പോകുന്നെന്ന് തോന്നുമ്പോൾ നോ, അങ്ങനെ അല്ല ഇങ്ങനെയെന്ന് പറയാൻ നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നീ അറിഞ്ഞില്ലെങ്കിലും നിന്റെ പടകിൽ അവനുണ്ട്. പലപ്പോഴും നീ കണ്ടില്ലെങ്കിലും നിന്റെ യാത്രയിൽ അവനുണ്ട്. പലപ്പോഴും നീ അറിയുന്നില്ലെങ്കിലും നിന്റെ കിടക്കയിൽ നീ കിടക്കുമ്പോൾ, സുഖമായിട്ട് ഉറങ്ങുമ്പോൾ, രാത്രി കാലങ്ങളിൽ നിന്നെ നോക്കി, ഓ ഇവൻ എൻ്റെ മാസ്റ്റർ പീസാ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പുത്രൻ എന്ന് നിന്നെ നോക്കി പറയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഓരോന്ന് ചെയ്യുമ്പോൾ, നീ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ, നീ മുന്നോട്ട് പോകാൻ നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് നോക്കി, ഓ ഇവൻ എൻ്റെ പ്രിയപുത്രനാ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നിന്നെ നോക്കി പറയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ വിചാരിക്കരുത് യേശുവിനെ പറ്റി മാത്രമേ അത് പറയുന്നുള്ളൂ എന്ന്. നോ. ഹല്ലേലൂയ. നീ പാപം ചെയ്ത് അകലുമ്പോഴും, നീ ദൈവമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴെല്ലാം ദൈവം നിന്നെ പറ്റി കാണുന്ന സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൈവം നിന്നെ പറ്റി ഓർക്കുന്നത്, കണ്ടില്ലേ ഇവൻ എൻ്റെ പ്രിയപുത്രനാ, ഇവൻ എനിക്ക് വേണ്ടി വേല ചെയ്യാനുള്ളവനാ, ഇവൻ എൻ്റെ വാക്ക് കേൾക്കുന്നവനാ, ഇവൻ 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 എനിക്കുള്ളവനാ എന്ന് നിന്നെ പറ്റി പ്രൗഡായിട്ട് സ്വർഗത്തിലിരുന്ന് സംസാരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ജീസസ് നെയിം. ഇവിടെ പറയുന്നുണ്ട്, മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ, കുഴപ്പമില്ല ഞാൻ കൂടെ വരാം. ജീസസ് നെയിം. ബുദ്ധിഹീനരാ. 3.5 കൊല്ലം ഞാൻ ഈ ഭൂമിയിൽ നടന്ന് ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ പോലും മനസ്സിലാക്കാത്തവരാ. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുക, ഞാൻ വല്ലവരുന്നെങ്കിൽ തകർന്ന് തരിപ്പണമായി പോയനെ. ഹല്ലേലൂയ. അല്ലേ, തകർന്ന് തരും. ദൈവത്തോട് ചോദിച്ചാൽ, കർത്താവേ 3 കൊല്ലം കൂടെ തരുമോ എന്ന് ചോദിച്ചാൽ, ഒന്നും നടന്നിട്ടില്ല. 3.5 കൊല്ലം ഭൂമിയിൽ വന്ന് ചെയ്യാൻ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തതല്ലാതെ, ഫിസിക്കലി താൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തതല്ലാതെ, കർത്താവ് വന്നതിന്റെ എസൻസ്, എന്തിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്ന് പഠിച്ചവരാരും ഉണ്ടായിരുന്നില്ല. 1-2 പേർ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കാലിൽ അഭിഷേകം ചെയ്യുമ്പോൾ, യേശു കർത്താവിന്റെ കാലിൽ സ്വച്ഛ ജഡമാംസി, പ്യുവർ സ്പൈക്നാഡ് പറയുന്നത് 300 വെള്ളിക്കാശെന്ന. ഹല്ലേലൂയ. ഏറ്റവും അധികം കാശ് കൊടുത്ത് ലാസറിന്റെ സഹോദരി മേരി വന്നിട്ട്, മറിയം, അവള് വന്നിട്ട് യേശു കർത്താവിന്റെ കാലിൽ ഈ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് തലമുടി കൊണ്ട് തോർത്തിയിട്ട് ആ നിമിഷം യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവളെൻ്റെ മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കമോൺ. ഹല്ലേലൂയ. നോക്കിയേ, ആ ഒരു മൊമെന്റിന്റെ ടെൻഷൻ ഒന്ന് നോക്കിയേ. 12 ശിഷ്യന്മാരുടെയും കിളി പാറിയിട്ടുണ്ടാവും. കാരണം ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ കർത്താവ് കൂടെ നടന്നൊരു വലിയ രാജ്യം പണിത് വെക്കുമെന്ന. ഹല്ലേലൂയ. കർത്താവ് കൂടെ നടന്ന് വലിയൊരു സാമ്രാജ്യം പണിത് അവിടെയൊക്കെ ഇവരിരുന്ന് അങ്ങ് വാഴുമെന്ന. യാക്കോബ് യോഹന്നാനും യേശുവിനോട് വന്ന് ചോദിച്ചത്, നീ രാജ്യം പണിയുമ്പോൾ ഞാൻ വലത്തും ഇവൻ ഇടത്തും ഇരിക്കണമെന്ന. ഹല്ലേലൂയ. നോക്കിയേ, തകർന്നു പോയിട്ടുണ്ടാകും കർത്താവ്. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവരാജ്യം ഇതല്ലെന്ന് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടിയിട്ടുണ്ട് കർത്താവ്. 3.5 കൊല്ലം ഓൾ അലോൺ ആൻഡ് ബ്രോക്കൺ. ഹല്ലേലൂയ. 3.5 കൊല്ലം ഭൂമിയിൽ നടന്ന അത്ഭുതങ്ങൾ ചെയ്തപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല, മനുഷ്യപുത്രൻ മരണത്തിന് ഏൽപ്പിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും. കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവരാജ്യം ഇന്ന് നമ്മൾ ഈ പ്രസംഗിക്കുന്ന, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൂടി നിൽക്കുന്ന, ലോകമുള്ളിടത്തോളം സമയമുള്ളിടത്തോളം വർദ്ധിച്ചു വരുന്നൊരു സഭയാണെന്ന് ആ 12 പേർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ഒലിവ് ചതച്ചെണ്ണ എടുക്കുന്നത് പോലെ ക്രിസ്തു ചതയ്ക്കപ്പെടുമെന്ന്, ക്രിസ്തു ഒടയപ്പെടുമെന്ന് അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നത് 1-2 പേർക്ക് മാത്രമാണ്. ഹല്ലേലൂയ. അതിലൊന്നാണ് ലാസറിന്റെ സഹോദരി മറിയം. അവൾ വന്ന് യേശുവിന്റെ കാലില്
ഈ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ബൈബിളിൽ അതിൻ്റെ റെക്കോർഡ്സ് കുറവാണ്, പക്ഷേ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. ഈ പാസ് ഓവർ ഫീസ്റ്റിനുണ്ടല്ലോ, ഈ പെസഹ കുഞ്ഞാടിനെ അറക്കൽ എന്നൊരു പരിപാടിയുണ്ട്. നമുക്കറിയാം പെസഹ കുഞ്ഞാടിനെ അറക്കൽ. ആ കുഞ്ഞാടിനെ എന്താ യഹൂദന്മാർ ഇസ്രായേൽ മക്കൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇവരെന്ത് ചെയ്യും, 7 ദിവസം മുന്നേ പോയി ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കും. ഏത് കുഞ്ഞാടിനെയാണ് ദോഷമില്ലാത്ത, ദേഹത്ത് സ്പോട്ടൊന്നുമില്ലാത്ത, പാപം ചെയ്യാത്ത, ദോഷമില്ലാത്ത, മുറിവുകളോ പാടുകളോ രോഗങ്ങളോ ഒന്നുമില്ലാത്ത ശുദ്ധിയുള്ളൊരു കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കും. അവർ അവരുടെ വീട്ടിൽ അതിനെ അടുത്ത 6 ദിവസം പാർപ്പിക്കും. ഹല്ലേലൂയ. 6 ദിവസം മുന്നേ അതിൻ്റെ കാലുകൾ, അതിനെ അവർ എണ്ണ തേച്ച് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? 6 ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞാടിനെ അവർ യാഗം അർപ്പിക്കും. അതാണ് പെസഹ കുഞ്ഞാട്. ഹല്ലേലൂയ. ലാസറിന്റെ വീട്ടിൽ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ സ്വച്ഛ ജഡമാംസി തൈലവും പിടിച്ച് ഓടി വന്നു മറിയം യേശു കർത്താവിൻ്റെ കാലുകളെ അഭിഷേകം ചെയ്ത് തോർത്തുമ്പോൾ യേശുവിന് മനസ്സിലാവും, ഇവക്ക് കാര്യം പിടികിട്ടി, ഞാൻ മരിക്കാൻ പോവാ. ഹല്ലേലൂയ. അപ്പോഴും ശിഷ്യന്മാർ എന്ന് പറയുന്ന കാര്യമുണ്ട്, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുവിടായിരുന്നു. കമോൺ. ഹല്ലേലൂയ. 6 ദിവസം കഴിയുമ്പോൾ കുഞ്ഞാട് ക്രൂശിക്കപ്പെടും. 6 ദിവസം കഴിയുമ്പോൾ ഇടേനെ അവർ വെട്ടും. അപ്പോഴും 12 പേർ പറയുന്നത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുവിടായിരുന്നു എന്ന്. ഹല്ലേലൂയ. എടാ, ഇതിന്റെ മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുക. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടെ അടുക്കലുണ്ട്. ഞാൻ മരിക്കാൻ പോവാ, അത് ഇവക്ക് മനസ്സിലായി. 3.5 കൊല്ലം നിഴല് പോലെ എൻ്റെ കൂടെ നടന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാനിങ്ങനെ വിചാരിക്കാം, 3.5 കൊല്ലം തകർന്ന യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തത്. 3.5 കൊല്ലം കഴിഞ്ഞ് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടും കർത്താവ് വിട്ടുകളയുന്നില്ല. ഹല്ലേലൂയ. പിതാവായ ദൈവം വെച്ചിരുന്ന സമയത്ത് യേശു കർത്താവ് ക്രൂശിൽ ഞാൻ വിചാരിക്കാം, നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ എന്തായിരിക്കും ക്രൂശിൽ വെച്ച് ചിന്തിക്കുന്നത്? എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പറയാൻ പറ്റും സകലവും നിവർത്തിയായി എന്ന്? കമോൺ. ഒന്നും നിവർത്തിയായിട്ടില്ലെന്നല്ലേ തോന്നുന്നത്? ഒന്നും എവിടെയും എത്തിയിട്ടില്ല. എനിക്ക് 6 ദിവസം മുൻപ് വരെ ഇവര് പറഞ്ഞത് കേട്ടില്ലേ? കമോൺ. ഹല്ലേലൂയ. കഴിഞ്ഞ 1 മാസം മുന്നേ ഇവർ പറഞ്ഞത് കേട്ടില്ലേ? ഏലിയാവിന്റെ തീയിറക്കി ദഹിപ്പിച്ചുകൂടെ എന്ന്. ഞാൻ വന്നത് ഇതിനല്ലെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ പ്ലാൻ, നീ എത്ര മണ്ടനാണെങ്കിലും, നിനക്ക് എത്രത്തോളം നിന്റെ ജീവിതം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും, എൻ്റെ ദൈവം നിന്നെ പണിയണമെന്ന് വിചാരിക്കുന്ന നിമിഷം നീ ഒരു അപ്പോസ്തലനായിട്ട് മാറും. ഹല്ലേലൂയ. 3.5 കൊല്ലം കൊണ്ട് പണിതെടുക്കാൻ പറ്റാതിരുന്ന അപ്പോസ്തലന്മാരെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കർത്താവ് പണിതെടുക്കുകയാ. കമോൺ. ഹല്ലേലൂയ. 3.5 കൊല്ലം. എൻ്റെ കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നടന്നപ്പോ, കുരുടന്റെ കണ്ണ് തുറന്നപ്പോ, ചെകിടന്റെ കാത് തുറന്നപ്പോ, കുഷ്ഠരോഗിയുടെ കുഷ്ഠ സൗഖ്യമായപ്പോ, ലാസർ 4 നാളായി നാറ്റം വച്ചവനിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ പോലും ഈ 12 പേർക്ക് മനസ്സിലായില്ല ഇവൻ ആരാണെന്ന്. ഇവൻ മിലിറ്ററി ലീഡർ അല്ലെന്ന്, ഇവൻ മരിക്കാൻ പോവാണെന്ന് മനസ്സിലായപ്പോ യൂദാസ് ഓടി വന്ന് ചുംബനം കൊണ്ട് കർത്താവിനെ ഒറ്റ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വന്നത് നോക്കിയ യൂദാസിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ പണസഞ്ചിയിൽ നിന്ന് പൈസ എടുത്തു വരികയായിരുന്നു. അവൻ ദിവസങ്ങളായിട്ട് പണസഞ്ചിയിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ നോക്കിയ വചനം പറയുന്നുണ്ട്, അവർ വിശന്നിട്ട് കതിരി പറിച്ചു തിന്നു എന്ന്. ഉറപ്പായിട്ടും അവർക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല. 3.5 കൊല്ലം സകലതും വിറ്ററിഞ്ഞിട്ട്, സകലവും ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ കൂടെ അവർ നടക്കുന്നത് തീർച്ചയായിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാ. പക്ഷേ ഇവർ വിചാരിച്ചിരുന്നു, ഇന്നിങ്ങനെയാണെങ്കിലും നാളെ ഇവൻ വലിയൊരു രാജാവാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് യോഹന്നാൻ ഓടി വന്ന് ചോദിച്ചത്, നിന്റെ രാജ്യത്തിൽ ഞാൻ വലത്തും ഇവൻ ഇടത്തും ഇരിക്കും. കമോൺ. ഹല്ലേലൂയ. നീ ചോദിക്കുന്നത് എന്താണെന്ന് നിനക്കറിയത്തില്ല. യേശു പറയുന്ന മറുപടി ഉണ്ട്. തകർന്ന യേശു കർത്താവ് മറുപടി പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിനക്ക് പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ധരിക്കാനിരിക്കുന്ന ക്രൂശ് അതെടുക്കാൻ നിനക്ക് പറ്റുമോ? നോ. നിങ്ങൾ ചോദിക്കുന്നതിന്റെ ആഴം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം ഒരു തരി പോലും മനസ്സിലാകാത്ത 12 പേരെയും കൊണ്ട് 3.5 കൊല്ലം യേശു കർത്താവ് ഈ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ 12 പേരെയും കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. ഒടുവിൽ കാൽവരി ക്രൂശിൽ മരിച്ച് ഇതെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് പത്രോസ് വലയും വള്ളവും എടുത്ത് വീണ്ടും കടലിൽ പോവുക. ഹല്ലേലൂയ. ജീസസ് നെയിം. നോക്കിയേ, വീണ്ടും പത്രോസ് വള്ളവും വലയും എടുത്ത് കടലിൽ പോവുക. കർത്താവ് അപ്പോഴും വളരെ കമ്പോസ്ഡ് ആയിട്ട്, വളരെ വളരെ
പീസ്ഫുൾ ആയിട്ട് നിൽക്കുക. എൻ്റെ കർത്താവിനെ അറിയാം. 3.5 കൊല്ലം ഇവന്മാർക്കൊന്നും മനസ്സിലായില്ല. സാരമില്ല, ഇവരെ മാറ്റിയെടുക്കാൻ എനിക്ക് 3.5 കൊല്ലം വേണ്ട, എനിക്കൊരു നിമിഷം മതി. ഹല്ലേലൂയ. കർത്താവ് ചൂസ് ചെയ്തതാ 3.5 കൊല്ലം ഒറ്റയ്ക്ക്, ഓൾ അലോൺ ആൻഡ് ബ്രോക്കൺ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് താൻ ആ ശുശ്രൂഷ ഈ ഭൂമിയിൽ ചെയ്ത് തീർക്കുകയാ. എന്നിട്ട് കടൽക്കരയിൽ യേശു കർത്താവ് വീണ്ടും വിളിക്കുക, മക്കളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? മക്കളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് കാര്യം പിടികിട്ടി. നോ, ഹല്ലേലൂയ. ഞാനില്ലെങ്കിൽ കർത്താവിന് വേറെ പത്രോസിനെ കിട്ടും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഇവനെ ഉപേക്ഷിച്ച എനിക്കിനി വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഞാനില്ലെങ്കിൽ ഇവന് വേറെ പത്രോസിനെ കിട്ടും. കാരണം ക്ഷമയുള്ള ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. 3.5 കൊല്ലം എന്നെ കൊണ്ട് നടന്നു. ക്രൂശിച്ച് മരിച്ചു എന്നുറപ്പായപ്പോൾ വീണ്ടും പഴയ പണിയെടുത്ത് വള്ളവും വലയും എടുത്തിറങ്ങിയ ഞങ്ങളെ തേടി കരയിൽ കാത്തുനിന്നൊരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ ഈ പണിക്ക് പോകത്തില്ല. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. 45-ാം വാക്യം, 44 വായിക്കാം. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഹല്ലേലൂയ. 45-ാം വാക്യം, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് നെയിം. ഞങ്ങളോ വേറെന്തൊക്കെയോ ആശിച്ചു, ദൈവമോ അതിലും വലുത് കരുതിയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, ദൈവം അതിലും വലുത് കരുതുന്ന ദൈവമാ. ദൈവം അതിലും വലുത് കരുതുന്ന ദൈവമാ. ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കും ദൈവത്തിന്റെ പ്ലാൻ നമ്മളുടെ പ്ലാനിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാ. ജീസസ് നെയിം. ഹല്ലേലൂയ. ഇത്രയും നാളായിട്ട് നീ വിചാരിക്കുമായിരിക്കും, എന്നെ കൊണ്ടൊരു ഉപയോഗമില്ല. പത്രോസ് ആ സമയം നോക്കിയാൽ മൂന്ന് തവണ പത്രോസ് ഞാൻ വിചാരിക്കുക ഈ വള്ളവും വലയും എടുത്തു പോകാൻ പത്രോസിന് എങ്ങനെ പറ്റി എന്നുള്ളത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. സ്റ്റിൽ ഞാൻ പറയാം, പത്രോസിന്റെ ജീവിതത്തെ പറ്റി കർത്താവ് പറഞ്ഞതെല്ലാം ആക്യുറേറ്റ് ആയിരുന്നു. താൻ കർത്താവെ ആര് വിട്ടിട്ട് പോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞ പത്രോസിനോട് യേശു പറയുന്നുണ്ട്, നാളെ കോഴി കൂകുന്നതിന് മുൻപേ നീ എന്നെ 3 വട്ടം തള്ളി പറയും. അതും സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാ വീണ്ടും വള്ളവും വലയും എടുത്ത് പോകുന്നത്. ഒരു കാര്യം ഉറപ്പാ, എത്ര വലിയ റിഗ്രറ്റ് നിന്റെ ജീവിതത്തിൽ കിടന്നാലും, എത്ര വലിയ പാസ്റ്റ് നിന്റെ ജീവിതത്തിൽ കിടന്നാലും, എത്ര തവണ പിന്നോട്ട് പോയൊരു ചരിത്രം നിന്റെ ജീവിതത്തിൽ കിടന്നാലും, ദൈവം നിന്നെ ഉറപ്പിക്കുന്നൊരു നിമിഷം, ഹല്ലേലൂയ, അന്ന് നീ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് ആവുന്നതിനെ പറ്റി ഞാനിവിടെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അവൻ പലപ്പോഴും ശീമോനിലേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരിക്കും. എന്നാലും നിന്നെ വിളിച്ച വിളി പാറയാകാനാണെങ്കിൽ അതൊരിക്കലും മാറത്തില്ല. ഹല്ലേലൂയ. കരമുയർത്തി യേശുവിന് ആരാധന കൊടുക്കാമോ?